വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom 6th സെമസ്റ്റർ എക്സാംസിലെ നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. BCom 6th സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള പേപ്പറാണ്. സോ ഈ ഒരു പേപ്പറിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ട് നമുക്കിന്ന് പോകാം. ഏതൊക്കെയാണ് essay ടോപ്പിക്സ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ഏറ്റവും കൂടുതൽ മാർക്സ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്. ദെൻ ഈ ഒരു പേപ്പർ ലാസ്റ്റ് 2-3 വർഷങ്ങളായിട്ട് നോക്കുമ്പോൾ ഇതിനേക്കാൾ മുമ്പ് വരുന്നതിൻ്റെ പോലെയല്ല വരുന്നത്, ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. സോ നമ്മുടെ സബ്ജക്റ്റ് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോ അതിൻ്റെ സിലബസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ 5 മൊഡ്യൂൾസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്, ഇൻട്രൊഡക്ഷൻ ടു ഇൻവെസ്റ്റ്മെന്റ്. സോ ഈ ഒരു മൊഡ്യൂളിൻ്റെ പ്രത്യേകത, ഇതിൽ നിന്ന് 3 പാർട്ടിലുള്ള ചോദ്യങ്ങൾ വരും. ഒരു essay നിർബന്ധമായിട്ടുണ്ടായിരിക്കും. ദെൻ 2 മാർക്സിൻ്റെ ഒരു 3 മുതൽ 4 ചോദ്യങ്ങൾ വരെ, മിനിമം 3 എണ്ണം ഉണ്ടാവാറുണ്ട്. 2 മാർക്സ്, 5 മാർക്സിൻ്റെ 2 ചോദ്യങ്ങൾ, ഒരു എന്താണ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്തായാലും പ്രോബ്ലം ആയിട്ട് വരും. അതുപോലെ തന്നെ തിയറി ചോദ്യം വരാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 25 മാർക്ക് വരെ എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. മിനിമം ഓക്കെ, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. 25 മുതൽ 30 വരെ നമുക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് സെക്യൂരിറ്റി വാല്യുവേഷൻ ആണ് വരുന്നത്. സോ ഇതിൽ 2 മാർക്സ് 5 മാർക്സ് ചോദ്യങ്ങളാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. ഒക്കെ ചിലപ്പോൾ മാത്രമാണ് കണ്ടുവന്നിട്ടുള്ളത്. മെജോറിറ്റി 2 മാർക്സ് 5 മാർക്സ് ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന്. ഇനി മൂന്നാമത്തെ മൊഡ്യൂളിൻ്റെ പ്രത്യേകത, ടെക്നിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാനുള്ള ഒരു മൊഡ്യൂളാണ്. എന്തായാലും ഒരെണ്ണം വരും, പിന്നെ ഒരുപാട് ടെക്നിക്കൽ എന്താണ് കാര്യങ്ങൾ 2 മാർക്സിന് റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ട്. ബട്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ് ഇതിലത്തെ ടോപ്പിക്ക് പഠിച്ച് പ്രസൻറ്റ് ചെയ്യാൻ. സോ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് എടുക്കുന്നതിനേക്കാൾ ബെറ്റർ മറ്റ് മൊഡ്യൂൾസിലോട്ട് പോകുന്നതാണ്. ഓക്കെ, 4 എണ്ണത്തിൽ 2 എണ്ണത്തിന് വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് പോർട്ട്ഫോളിയോ അനാലിസിസ്. ഇതിൽ ഒരു ഷുവർ പഴയ കാലഘട്ടത്തിലോട്ട് പോകുമ്പോൾ ഒരു 3 വർഷം മുമ്പ് ഷുവറായിട്ട് ഇതിൽ നിന്നൊരു പ്രോബ്ലം വരാറുള്ളതാണ്, പ്രോബ്ലമായിട്ട്. പിന്നെ ഇപ്പോൾ 2 മാർക്സ് 5 മാർക്സ് റിപ്പീറ്റ് ആയിട്ട് വരുന്നു. ചില സമയത്ത് മാത്രം തിയറി ഇടുന്നുണ്ട്. പ്രോബ്ലം വീണ്ടും അവർ ഇടുമോ എന്നുള്ള അറിയില്ല. ദെൻ നെക്സ്റ്റ് മൊഡ്യൂൾ നമ്പർ 5 ആണ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ. വളരെ കംഫർട്ടബിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണ്. 3 പാർട്ടിലും ചോദ്യങ്ങൾ വരും. കമ്പൽസറി ആയിട്ട് ഇടുന്നുണ്ട്, 2 മാർക്സ് 5 മാർക്സ്. അപ്പോൾ ഇതാണ് 5 മൊഡ്യൂളിൻ്റെയും പ്രത്യേകത. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്കും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ ഫോക്കസ് ചെയ്യുന്നവർക്കും വേണ്ടി പറയാനുള്ളത്, ഇതിൽ ചങ്ക് മൊഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ നമ്പർ 1, മൊഡ്യൂൾ നമ്പർ 5, ഈ 2 മൊഡ്യൂൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 2 2 മാർക്സ് ചോദ്യങ്ങൾ 5 മാർക്സ് ചോദ്യങ്ങളൊക്കെ ലഭിക്കും. ഈ 2 മൊഡ്യൂൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് പാസ് ആവാൻ പറ്റും, പാസ് മാർക്കിനേക്കാൾ കൂടുതൽ കിട്ടും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബേസിക്സ് ആണ് കൂടുതൽ, ടെക്നിക്കൽ ടൈംസുകൾ വളരെ കുറവാണ് മൊഡ്യൂൾ നമ്പർ 1ലും 5ലും. സോ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ മൊഡ്യൂൾ നമ്പർ 1ഉം 5ഉം ആദ്യം പഠിച്ച് അവസാനിപ്പിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ പറയുന്ന സെക്യൂരിറ്റി വാല്യുവേഷൻ 2, 5, ദെൻ പോർട്ട്ഫോളിയോ അനാലിസിസ്, ഫൈനലി നിങ്ങൾ എവിടേക്ക് പോയാൽ മതി, സെക്യൂരിറ്റി അനാലിസിസിലോട്ട് കടന്നാൽ മതി. ഇതിൽ നിന്ന് ചോദ്യങ്ങളുണ്ടായിരിക്കും, ബട്ട് പ്രശ്നം വരുന്നത് ഒരുപാട് ടെക്നിക്കൽ ഏരിയാസ് കവർ ചെയ്യാനുണ്ട്. പഠിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ബോറടിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് മൊഡ്യൂൾ നമ്പർ 1ഉം 5ഉം നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം അത് അവസാനിപ്പിക്കുക, അതിനുശേഷം ഞാൻ ബാക്കി പറഞ്ഞ ഏരിയാസിലോട്ട് കിടക്കാം. ഓക്കെ, ദെൻ നമുക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്നതാണ് സ്കിപ്പ് ചെയ്യാൻ ഉള്ള ഏരിയാസ് എവിടെയുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 3ലൊക്കെയാണ് കൂടുതലുള്ളത്. 1ൻ്റെ പ്രത്യേകത, ചോദ്യങ്ങൾ മാറി മാറി വരും ഒരുപാട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് മൊഡ്യൂൾ നമ്പർ 1ലാണ്. ഓക്കെ, അതിൽ സ്കിപ്പ് ചെയ്യാനുള്ള പോർഷൻസിൻ്റെ എണ്ണം വളരെ കുറവാണ്.
സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓരോ ചാപ്റ്റർ ഡീറ്റെയിൽസിലോട്ട് കിടക്കുമ്പോൾ ആദ്യം ഇൻട്രൊഡക്ഷൻ ടു ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് എന്താണ് 2 മാർക്കിന്റെ ചോദ്യത്തിൽ നിർബന്ധമായും പഠിച്ചിരിക്കണം, റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റും ഗാംബ്ലിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, ഇൻവെസ്റ്റ്മെന്റ് സ്പെക്കുലേഷൻ തമ്മിലുള്ള ഡിഫറൻസ് 5 മാർക്കിന്റെ ചോദ്യത്തിൽ വരാറുണ്ട്. നിർബന്ധമായും പഠിക്കണം ഇൻവെസ്റ്റ്മെന്റും സ്പെക്കുലേഷനും ഇൻവെസ്റ്റ്മെന്റും ഗാംബ്ലിങ്ങിന്റെ കൺസെപ്റ്റൊക്കെ. സ്റ്റഡി മെറ്റീരിയലിൽ ചില സമയത്ത് ചില കാര്യങ്ങൾ നോക്കുമ്പോൾ ഉണ്ടാവാറില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഗാംബ്ലിങ്ങും ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള ഡിഫറൻസും സ്പെക്കുലേഷനും ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള ഡിഫറൻസും നോക്കാം കേട്ടോ. 2 മാർക്സോ 5 മാർക്സിനോ വരാം. നെക്സ്റ്റ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ് 5 മാർക്കിന്റെ ചോദ്യത്തിൽ. അപ്പോൾ അത് നോക്കി വയ്ക്കുക, വീണ്ടും ചോദിക്കാം. ഇനി എസ്എക്ക് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ്, ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവ്സ്, എസ്എക്ക് മാറി മാറി വരുന്ന 3 ടോപ്പിക്സിൽ ഒരെണ്ണം ഇതിൽ നിന്ന് ഇടാറുള്ളതാണ്. അപ്പോൾ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് അവന്യൂസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവ്. ഇതൊരു എസ്എ ടോപ്പിക്കായിട്ട് ഇടാറുണ്ട്. വളരെ കംഫർട്ടബിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് മാത്രമല്ല ഇതിൻ്റെ ഉള്ളിലുള്ള പല സബ് ഹെഡ്സും നമുക്ക് 2 മാർക്സിൻ്റെ ചോദ്യത്തിൽ വരാം. ഇക്വിറ്റി ഷെയർ എന്താണ്, പ്രിഫറൻസ് ഷെയർസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ബോണസ്, സ്വെറ്റ് ഇക്വിറ്റി, ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യത്തിലും നമുക്ക് പ്രതീക്ഷിക്കാം. പ്രിഫറൻസ്, ഓക്കെ, ടേമുകളെ അങ്ങനെയും പ്രതീക്ഷിക്കാം. ബോൺസ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, മണി മാർക്കറ്റ്, ടി ബില്ല്, ട്രഷറി ബില്ല് എന്താണ്, ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് നമുക്ക് CP, കൊമേഴ്ഷ്യൽ പേപ്പർ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ്. അപ്പോൾ എസ്എക്ക് പ്രതീക്ഷിക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് എസ്എ ടോപ്പിക്കാണ്. അത് മാത്രമല്ല 2 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് നമുക്ക് സെപ്പറേറ്റും എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി മ്യൂച്വൽ ഫണ്ട് എന്താണ്, 2 മാർക്സിൻ്റെ ചോദ്യം വരാറുണ്ട്. ഓപ്പൺ എൻഡഡ്, ക്ലോസ് എൻഡഡ് എന്താണെന്നുള്ളത് നോക്കി വയ്ക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് ഇതിൽ ഉള്ളത് ഇതൊക്കെ അവന്യൂസിൽ പറയുന്ന കാര്യങ്ങളാണ്. ഡെറിവേറ്റീവ്സ്, ഇൻവെസ്റ്റ്മെന്റ് എൻവയോൺമെന്റ്, അതാ പറഞ്ഞേ 3 എസ്എ ടോപ്പിക് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം വരാറുള്ളതാണ്. അവന്യൂസ് പോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് എൻവയോൺമെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എലമെന്റ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എൻവയോൺമെന്റ് എസ്എക്ക് വരാറുള്ളതാണ്. അപ്പോൾ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് മാറി മാറി വരാറ്. അത് ഏതായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ് റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ട്. എൻവയോൺമെന്റ് ചില സമയത്ത് മാത്രമാണ് കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് എസ്എക്ക് ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സ്. അപ്പോൾ ഇത് 3ആണ് എസ്എ ടോപ്പിക്സ് ഈ ഒരു ചാപ്റ്ററിൽ. ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സ്, ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് പ്രോസസ്സ്. അപ്പോൾ അവന്യൂസ് ഉണ്ട്, എൻവയോൺമെന്റ് ഉണ്ട്, പ്രോസസ്സ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം എപ്പോഴും എല്ലാ പേപ്പറിലും ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് എസ്എ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നിർബന്ധമായും പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ അതാ പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിൽ സ്കിപ്പ് ചെയ്യാനുള്ള ഏരിയാസ് കുറവ് ഉണ്ടെന്നുള്ളത്. ഇനി നെക്സ്റ്റ് ഫോക്കസ് കൊടുക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നതാണ്. നെക്സ്റ്റ് എന്താണ് ഡാറ്റ, ഇതാണ്. അതിൽ റിട്ടേൺ, എക്സ്പെക്റ്റഡ് റിട്ടേൺ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോബ്ലം 5 മാർക്സിൻ്റെ ചോദ്യത്തിൽ റിപ്പീറ്റാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. 5 മാർക്സിൻ്റെ ചോദ്യം, പ്രോബ്ലം എല്ലാ പേപ്പറിലും ഉള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ നിന്ന്. ഇനി എസ്എ ആയിട്ട് മറ്റേ കോറിലേഷൻ ആ മെത്തേഡ് വെച്ചിട്ടുള്ളത് ചോദിക്കുമോ എന്നുള്ളത് അറിയില്ല. ഒറ്റ പ്രാവശ്യം കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2 മാർക്കിൻ്റെ ചോദ്യം, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ എന്താണ്, CAPM നിർബന്ധമായും പഠിക്കണം കേട്ടോ. CAPM റിപ്പീറ്റ് ആണ് കേട്ടോ, എല്ലാ പ്രാവശ്യം ചോദിക്കാറുണ്ട്. അതിൻ്റെ തിയറിയിലാണ് നമ്മൾ കണ്ടുവരുന്നത്. നെക്സ്റ്റ് തിയറി ക്വസ്റ്റ്യൻ, റിസ്ക് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക്, സിസ്റ്റമാറ്റിക്കും അൺസിസ്റ്റമാറ്റിക്കും. റിസ്ക് എന്താണ്, അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും ചോദിക്കുക. എന്താണ് സിസ്റ്റമാറ്റിക് റിസ്ക്, എന്താണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്, ഈ ടൈപ്സ് ഓഫ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്, ബിസിനസ് റിസ്ക്, ഇതൊക്കെ തിയറിക്ക് നോക്കണം കേട്ടോ. സ്ട്രാറ്റജിക് റിസ്ക്. അപ്പോൾ റിസ്ക് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. റിസ്ക് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്, റിപ്പീറ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ് ഇതിൻ്റെ പ്രോബ്ലം ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ എക്സ്പെക്റ്റഡ് റിട്ടേണിൻ്റെ പ്രോബ്ലം എപ്പോഴും വരാറുള്ളതാണ് കേട്ടോ. പിന്നെ ബീറ്റ എന്താണ് കൺസെപ്റ്റ് നോക്കുക. പിന്നെ ഇതിൻ്റെ പ്രോബ്ലം ആണ്. അപ്പോൾ ഈ പ്രോബ്ലം ചില സമയത്ത് ഞാൻ വന്നൊരു മാറ്റം നേരത്തെ പറയാൻ വിട്ടുപോയി. ചേഞ്ചസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ കമ്പൽസറി ആയിട്ട് എസ്എ വരാറില്ല, പ്രോബ്ലം ആയിട്ട് വരണം. പ്രോബ്ലം വരണം എപ്പോഴും കമ്പൽസറി ആയിട്ട് വരാറുണ്ട് എസ്എക്ക്. ഇപ്പോൾ ചില പേപ്പറിലൊക്കെ 4 തിയറി,
അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് ഇപ്പോൾ കാണാനുണ്ട്. ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ ഈ ലാസ്റ്റ് ഏരിയയിലത്തെ ഈ ടൈപ്പ് പ്രോബ്ലം ചിലപ്പോഴേ വരാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ 3 ബേസിക് തിയറി ചോദ്യങ്ങൾ പറഞ്ഞു. ഇൻവെസ്റ്റ്മെൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അവന്യൂസ് ആവാം ചോദിക്കുക, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് അതായിരിക്കാം. നെക്സ്റ്റ് എൻ്റെ എഴുത്ത് നോക്കണ്ട, ഞാൻ എൻവയോൺമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രോസസ്സ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഫസ്റ്റ് ചാപ്റ്ററിലത്തെ സ്കോപ്പ് ഉള്ളത്. പിന്നെ 5 മാർക്കിലെ എക്സ്പെക്ട് റിട്ടേണിൻ്റെ പ്രോബ്ലം ഉണ്ട്. പിന്നെ 2 മാർക്സിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് റിസ്ക്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക്, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെക്കുലേഷനും ഇൻവെസ്റ്റ്മെൻറ്റും ഗാംബ്ലിങ് തമ്മിലുള്ള ഡിഫറൻസുകൾ, പിന്നെ ടൈമുകളായിട്ടുള്ള കുറേ പറഞ്ഞില്ലേ അവന്യൂസിലൊക്കെ, അതൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ഫസ്റ്റ് ചാപ്റ്ററിൽ സ്കിപ്പ് ചെയ്യാനുള്ള ഏരിയാസ് വളരെ കുറവാണെന്ന് പറയാം. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 2 സെക്യൂരിറ്റി വാല്യുവേഷൻ. ഞാൻ പറഞ്ഞു 2 മാർക്സ് ആൻഡ് 5 മാർക്സ് കൂടുതൽ പ്രതീക്ഷിക്കുന്നു. ഒറ്റ പ്രാവശ്യം ബോണ്ടിൻ്റെ റിസ്കിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ട് നോക്കി വെച്ചോ. ഏതാ ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ അതിൻ്റെ അടിയിലാണെന്നുണ്ട്. ബോണ്ട്സ് ടൈപ്പ് ഓഫ് ബോണ്ട് റിസ്ക് ഒറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൂ ഓട്ടത്തിൽ നിന്ന്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ട് റിസ്ക് എന്ന് പറഞ്ഞാൽ വരുന്നത്? ഇതൊക്കെ റീഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക്, കോൾ റിസ്ക്, ഇത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. വീണ്ടും ചോദിക്കുമെന്ന് അറിയില്ല കേട്ടോ. ഇനി ഇതിൽ നിന്ന് പ്രോബ്ലമാണ് YTM. YTMൻ്റെ ഒരു പ്രോബ്ലം കാണാറുണ്ട്, ഈൽഡ് ടു മെച്യൂരിറ്റി. അത് മാത്രമല്ല തിയറി ആയിട്ടും ചോദിക്കാം. YTM എന്താണ്, അതുപോലെ തന്നെ YTC ഈൽഡ് ടു കോൾ എന്താണ്. അപ്പോൾ രണ്ടിൻ്റെയും തിയറി നോക്കുക. പ്രോബ്ലം YTMൻ്റെ 5 മാർക്കിന് വരാറുണ്ട് കണ്ടോ, YTMൻ്റെ ഈ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഞാൻ മെയിനായിട്ട് പ്രതീക്ഷിക്കുന്നത്. YTM നോക്കുക, YTM YTCയിലും തിയറി നോക്കുക. ഓക്കെ, പിന്നെ ഈ ബോണ്ടിൻ്റെ റെഡീമബിൾ അതിൻ്റെ പ്രോബ്ലം ഉണ്ട്. അതൊക്കെ ഇപ്പോൾ ശരിക്കും 2-3 വർഷമായിട്ട് ഇതിൽ നിന്ന് പ്രോബ്ലം ഈ ബോണ്ടിൻ്റെ ഇത് ഇടുന്നത് കുറവാണ്. ആ പീരീഡ് ഒക്കെ ചോദിച്ചിട്ടുള്ളത് റെഡീമബിൾ നോക്കി വയ്ക്കാമെന്ന് മാത്രം. വന്നു ഞാൻ ലാസ്റ്റ് 2-3 വർഷങ്ങളിൽ കാണുന്നില്ല പ്രിഫറൻസ് ഷെയറിൻ്റെ ആവട്ടെ. അപ്പോൾ അതാണ് ഈ സെക്കൻഡ് ചാപ്റ്ററിൽ വന്നിട്ടൊരു മാറ്റം. വീണ്ടും ഇടുമെന്ന് അറിഞ്ഞുകൂടാ, എന്തായാലും പഠിക്കുക. ഓക്കെ, ബട്ട് ലാസ്റ്റ് ഒരു 2-3 years ആയിട്ട് കാണുന്നത് കുറവാണ്. കണ്ടോ ഈ പ്രോബ്ലംസൊക്കെ. അപ്പോൾ നോക്കി വെച്ചോളൂ വരണമെങ്കിൽ. കാരണം YTM ഒരെണ്ണം ഇടാൻ സാധ്യതയുണ്ട്, എക്സ്പെക്ട് റിട്ടേൺ ഒരെണ്ണം വരാൻ സാധ്യതയുണ്ട്. ബാക്കിയൊക്കെ അവർ തിയറി ഇടാണേ. അതാണ് ഈ പ്രശ്നം. ഇതൊക്കെ പ്രോബ്ലമാണ്. ആദ്യമൊക്കെ പ്രോബ്ലം കൂടുതൽ ഇടാറുണ്ട്. ഇനി പ്രാവശ്യം ഇടാമെന്ന് അറിയില്ല. കണ്ടോ വാല്യൂ ഓഫ് സെക്യൂരിറ്റിയിൽ നിന്നും ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇടണില്ല ഒരു 3 years ആയിട്ട്. ഇഷ്ടംപോലെ കാര്യങ്ങൾ നോക്കി പോവാണ്ടെന്ന് ഇടണ്ടേ, ചോദ്യം ഇടണ്ടേ. ഇനി പ്രാവശ്യം ഇട്ടിട്ട് നമ്മുടെ മെക്കെട്ട് കയറരുത്. ഞാൻ പറഞ്ഞു മാറി വന്നൊരു ട്രെൻഡിൻ്റെ ബേസിലാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നോക്കുമ്പോൾ ഇതിൽ നിന്ന് ചോദ്യം ഇടുന്നില്ല എന്നുള്ളത്. YTM പിന്നെ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളിത് നോക്കാം, ലാസ്റ്റ് നോക്കാം. ഇനി നെക്സ്റ്റ് പി റേഷ്യോ എന്താണെന്നുള്ളത് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ വരാറുണ്ട് കേട്ടോ. പി റേഷ്യോ ഈ പ്രോബ്ലം ഒക്കെ നോക്കാം. ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. പി റേഷ്യോയുടെ തിയറി നോക്കി വെച്ചോളൂ. സോ ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 2. മൊഡ്യൂൾ നമ്പർ 2-ൽ അപ്പോൾ 2 മാർക്സ് 5 മാർക്സ് ചോദ്യങ്ങളാണ് ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതിലിപ്പോൾ YTM YTC തിയറി, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോബ്ലം ഒരെണ്ണം YTMൻ്റെ, പിന്നെ ബോണ്ടിൻ്റെ ഡ്യൂറേഷനൊക്കെയാണ് ഉള്ളത്. ബോണ്ട് ഡ്യൂറേഷൻ പക്ഷെ അത് ഇടുന്നില്ല. അവർ ഇടുമെന്നുള്ളത് അറിഞ്ഞുകൂടാ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 2. നെക്സ്റ്റ് അപ്രോച്ച് ടു സെക്യൂരിറ്റി അനാലിസിസ്. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ അത്യാവശ്യം ഇടുന്നുണ്ട്, ബട്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇതിൽ പഠിക്കേണ്ടത് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്താണ്, ടെക്നിക്കൽ അനാലിസിസ് എന്താണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം എല്ലാ പ്രാവശ്യം എസ്സേക്ക് ഇടുന്നുണ്ട്, ബട്ട് പ്രസൻറ്റ് ചെയ്യാൻ ഒരു സുഖമില്ലാത്തതാണ്. പ്രസൻറ്റ് ചെയ്യാൻ നമുക്ക് ഇതിനെക്കാട്ടും ബെറ്റർ ക്വസ്റ്റ്യൻസ് വേറെ വരാറുണ്ട് വേറെ ചാപ്റ്റേഴ്സിൽ നിന്ന്. അപ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്താണെന്നുള്ള തിയറി നോക്കണം നിർബന്ധമായും. ഇൻട്രൻസിക് വാല്യൂ തിയറി നോക്കിയിരിക്കണം. EIC വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്കണോമിക് ഇൻഡസ്ട്രി കമ്പനി അനാലിസിസ് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ നിർബന്ധമായും പഠിച്ചിരിക്കണം.
ബോട്ടം വേഴ്സസ് ടോപ്പ് ഡൗൺ അപ്രോച്ച് അത് നോക്കി വയ്ക്കുക, അതിൽ വരുന്നതാണ്. അപ്പോൾ ഞാൻ റിപ്പീറ്റ് ആണെന്ന് പറഞ്ഞു, EIC ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് ടെക്നിക്കൽ അനാലിസിസ് ആണ്. ടെക്നിക്കൽ അനാലിസിസിലെ ഒരുപാട് ടേമുകളുണ്ട്. ടെക്നിക്കൽ അനാലിസിസ് SCക്കും ചോദിക്കാം. അത് പ്രസൻറ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് നോക്കുക, EIC നോക്കുക, EICയിൽ വരുന്ന കാര്യങ്ങളൊക്കെ കവർ ചെയ്യുക. EIC ആണ് കുറച്ചും കൂടി എളുപ്പം. ഇനി നെക്സ്റ്റ് ടീമുകളിലോട്ടാണ് പോകേണ്ടതിൻ്റെ താഴെയാണ് വരുന്നത് കേട്ടോ, അതായിട്ടില്ല. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഒരുപാട് ഇങ്ങനെ കാണാം. ഇതൊക്കെ നിങ്ങൾ ലാസ്റ്റ് അവസാനം ടൈം ബിസിനസ് അനലിറ്റിക്സ് സോട്ട് എന്താണെന്നുള്ളത് നോക്കുക, പെസ്റ്റ് എന്താണെന്നുള്ളത് നോക്കുക, 2 മാർക്കിൻ്റെ ചോദ്യം. ഓക്കെ, ദെൻ പെസ്റ്റും സോട്ടും. ഇനി ഇവിടെ നമ്മുടെ മെയിൻ സംഭവങ്ങൾ താഴെയാണ് വരുന്നത്. ടെക്നിക്കൽ അനാലിസിസ് SCക്കിടാം. ഫണ്ടമെൻ്റലോ ടെക്നിക്കലോ ഇതിലേതെങ്കിലും ഒരെണ്ണം SCക്ക് വരാം. എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നിക്കൽ അനാലിസിസിൻ്റെ മൊത്തം കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് വരാം. ഏതൊക്കെയാണ് അതിലത്തെ ടെക്നിക്കൽ അനാലിസിസിലെ ടൂൾസ് എന്ന് പറയുന്നതാണ് SA ടോപ്പിക് കേട്ടോ, ഇൻഡിക്കേറ്റേഴ്സ്. ദെൻ ഇതിൽ പറയുന്ന ഒരുപാട് ടൂൾസ് ഉണ്ട്, അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് കാണേണ്ടത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ചാർട്ട് ഉണ്ട്, ചാർട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം, ഇപ്പോൾ സ്റ്റോക്ക് ചാർട്ട് ഇപ്പോൾ ഒരെണ്ണം കണ്ടു. അതൊക്കെ എന്താണെന്ന് നോക്കാം, ഡീറ്റെയിലോട്ടൊന്നും പോകണ്ട, 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാം. ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്, ബാർ ചാർട്ട്, ഇതൊക്കെ എന്താണെന്നുള്ളത് ഒന്ന് നോക്കി വയ്ക്കുക. ഇനി പിന്നെ ഇതിൽ കണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ താഴെയുള്ളതാണ് പെനൻസ്. ഇത് ഏതെങ്കിലും ഒരെണ്ണം മാറി മാറി വരുന്നതാണ്. ഫ്ലാഗ്സ്, ഇതൊക്കെ 2 മാർക്ക് ചോദ്യങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ വെഡ്ജസ് 2 മാർക്സിന്, ഇത് എന്താണെന്ന് മാത്രം നോക്കി വയ്ക്കുക. അത് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ, ട്രയാങ്കിൾസ്, അതുപോലെ തന്നെ എന്താണ് കപ്പ് ആൻഡ് ഹാൻഡിൽസ്. അപ്പം ഇതൊക്കെ 2 മാർക്സിലേക്കുള്ളതാണ്, മാറി മാറി വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ 2 മാർക്സിലേക്ക് നോക്കുക. ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് 2 മാർക്സ് വന്നിട്ടുണ്ട് ഇതിനായിട്ട് മുമ്പ്. പിന്നെ അപ്പോൾ ഇതൊക്കെ അങ്ങനെ നോക്കാം. ഇനി ഇൻഡിക്കേറ്റേഴ്സിൽ ലീഡിങ് ആൻഡ് ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് ചോദിച്ചിട്ടുള്ളതാണ്, എന്തായാലും പഠിക്കുക. അതുപോലെ തന്നെ ലീഡിങ്ങും ലാഗിങ്ങും കൂടുതൽ കണ്ടുള്ള ഓസിലേറ്റേഴ്സ് ഒറ്റ പ്രാവശ്യം കണ്ട് കണ്ടിട്ടുണ്ട്. ഇനി ഇതിൽ ഫണ്ടമെൻ്റൽ വേഴ്സസ് ടെക്നിക്കലാണ്. ഇനി പല തിയറീസ് ഉണ്ട്. ഇതിലെ ഏതെങ്കിലും ഒരു തിയറി 5 മാർക്കിന് വരാറുണ്ട്. സെക്യൂർ ഡോ തിയറി ആദ്യത്തെ, ഒന്നെങ്കിൽ ഡോ തിയറി ആയിരിക്കാം, ചിലപ്പോൾ 2 ആവാം അല്ലെങ്കിൽ 5 ആവാം. നിർബന്ധമായും പഠിക്കുക കേട്ടോ. ഡോ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ഒരെണ്ണം കൂടി ഉണ്ട്, എലിവേറ്റ് വേവ് തിയറി. ഇതിലേതെങ്കിലും ഒരു തിയറി എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ് ഇതിൽ നിന്ന് കേട്ടോ. എലിവേറ്റ് വേവും ഡോ തിയറി, ദാറ്റ്സ് അബൌട്ട് ആ ഒരു മൊഡ്യൂൾ. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 3 ഫണ്ടമെൻ്റൽ അനാലിസിസോ അല്ലെങ്കിൽ EIC, അതല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ്, അതിൻ്റെ ടൂൾസ്, അനാലിസിസ് അതിൻ്റെ ടൂൾസ്, ഇതിലേതെങ്കിലും ഒരെണ്ണം SCക്ക് വരുന്നുണ്ട്. ലാസ്റ്റ് പറഞ്ഞ 2 തിയറീസിൽ ഡോവോ എലിവിയേറ്റോ, അത് ഏതെങ്കിലും ഒരെണ്ണം 5 മാർക്കിൻ്റെ വരുന്നുണ്ട്. പിന്നെ 2 മാർക്കിന് ഞാൻ ടെക്നിക്കൽ അനാലിസിസിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് ടേമുകളുണ്ട്. ട്രയാങ്കിൾ അല്ലെങ്കിൽ ലാഗിങ്, അതൊക്കെ ഇല്ലേ, ഇതിലേതെങ്കിലും 2 എണ്ണോ 3 എണ്ണോ വരെ 2 മാർക്സിന് വരാറുണ്ട്. ഇതാണ് മൊഡ്യൂൾ നമ്പർ 3. ഓക്കെ, അപ്പോൾ കുറേ ഉണ്ട്, അതിൽ വേണ്ടത് മാത്രം ഞാൻ പറഞ്ഞ് പെറുക്കി പഠിക്കുക. ഇനി മൊഡ്യൂൾ നമ്പർ 4 ആണ്. ഞാൻ പറഞ്ഞു ആദ്യ കാലഘട്ടത്തിൽ കമ്പൽസറി ഒരു SA പ്രോബ്ലം വരാറുള്ളതാണ്. ഇപ്പോൾ അത് ഇടുന്നില്ല, മറ്റേ പോർട്ട്ഫോളിയോ റിസ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോബ്ലം. അപ്പോൾ ഇപ്രാവശ്യം ഇനി എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും 2 മാർക്ക് 5 മാർക്ക് തിയറി ചോദ്യങ്ങൾ ഇടുന്നുണ്ട്. പോർട്ട്ഫോളിയോ എന്താണ്, പോർട്ട്ഫോളിയോ അനാലിസിസ് എന്താണെന്നുള്ളത് നോക്കാം. 5 മാർക്കിൻ്റെ പ്രോബ്ലം പോർട്ട്ഫോളിയോ റിട്ടേൺ കാൽക്കുലേഷൻ, അത് നോക്കി വയ്ക്കാം. പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റ് ഉണ്ട്, തിയറി നോക്കാം കേട്ടോ. SAക്ക് സ്കോപ്പ് ഉള്ളതാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൻ്റെ ഈ പറഞ്ഞ കാര്യം. ഫേസസ് ഓഫ് പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റ് ആണ് കേട്ടോ നോക്കണ്ടേ. റിപ്പീറ്റ് ആണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്.
പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ഫേസസ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 മാർക്കിൻ്റെ വന്നിട്ടുള്ളതാണ് പോർട്ട്ഫോളിയോ റിവിഷൻ, ഇവാലുവേഷൻ ഉണ്ട്. അപ്പോൾ അത് നോക്കി വെച്ചോളൂ. ഇനി പ്രോബ്ലമാണ്, പോർട്ട്ഫോളിയോ റിട്ടേൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം. 5 മാർക്കിന് റിപ്പീറ്റ് ആണ്, നിർബന്ധമായും പഠിക്കണം. ഇതാണ് എസ് എ പോർട്ട്ഫോളിയോ റിസ്ക്, മാർക്കോവിറ്റ്സിൻ്റെ വലിയ ഇക്വേഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ആദ്യ കാലഘട്ടത്തിൽ ഷുവർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഇത് ഇടുന്നത് കുറവാണ്, ഇടുമെന്ന് അറിയില്ല. എന്തെങ്കിലും പഠിച്ചു വയ്ക്കുക, പോർട്ട്ഫോളിയോ റിസ്ക് കണ്ടുപിടിക്കുക. എന്താണ് പോർട്ട്ഫോളിയോ റിസ്ക് ഒന്നും കൂടി നോക്കി വയ്ക്കട്ടെ. ദെൻ തിയറിയാണ് പോർട്ട്ഫോളിയോ ഡിവേഴ്സിഫിക്കേഷൻ എന്താണ്. അതിനുശേഷം ഇപ്പോൾ ട്രെൻഡ് മാറിയത് കൊണ്ടാണ് എടുത്ത് പറയുന്നത്. ആദ്യമൊക്കെ റിപ്പീറ്റായിട്ട് വരുന്ന ഒരു സംഭവത്തിൽ ഇങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. മാർക്കോവിറ്റ്സിൻ്റെ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ തിയറി വന്നിട്ടുണ്ടെങ്കിൽ അതും പഠിച്ചു വയ്ക്കുന്നുണ്ട്. അസംഷൻസ് ഓഫ് മാർക്കോവിറ്റ്സ് തിയറി 5 മാർക്കിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ 2 തിയറിയുടെ കൂടെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ് മാർക്കോവിറ്റ്സ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ തിയറിയാണ്, നോക്കി വയ്ക്കുക. ദെൻ നെക്സ്റ്റ് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്താണ്, കൺസെപ്റ്റ് 2 മാർക്കിൻ്റെ തിയറിക്കാണ് പ്രതീക്ഷിക്കുന്നുള്ളൂ. എഗെയിൻ മറ്റൊരു തിയറി റാൻഡം വോക്ക് തിയറി വന്നിട്ടുള്ളതാണ്. 2 മാർക്സ് അല്ലെങ്കിൽ 5 മാർക്സിനോടാൻ സാധ്യതയുള്ള മറ്റൊരു ടോപ്പിക് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ. വേറെ ഇതിൽ നിന്നും വരാറില്ല. ഓക്കെ, പിന്നെ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ, ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ, അങ്ങനെ 1-2 തിയറി ടോപ്പിക് ഉണ്ട്. അത് ഇതിൽ സ്റ്റഡി മെറ്റീരിയൽ കാണാനില്ല. ഞാൻ എന്തെങ്കിലും ഷോർട്ട് ക്വസ്റ്റ്യൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ പറയാം. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 4 ഇപ്പോൾ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, പോർട്ട്ഫോളിയോ സിലക്ഷൻ, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് പ്രോസസ്സ്, ഫേസസ്, തിയറി. ദെൻ പ്രോബ്ലം ആയിട്ട് പോർട്ട്ഫോളിയോ റിട്ടേൺ 5 മാർക്ക്. പോർട്ട്ഫോളിയോ റിസ്ക് ശരിക്കും പറഞ്ഞാൽ എസ് സിക്ക് വരാറുള്ളതാണ്, ഇപ്പോൾ അവർ ഇടുന്നില്ല. പിന്നെ റാൻഡം വോക്ക് തിയറിയൊക്കെ ഞാൻ നോക്കാൻ പറഞ്ഞു, അത് നോക്കി വയ്ക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് മൊഡ്യൂൾ നമ്പർ 4 നിന്ന് വരുന്നത്. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 5 ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നല്ല രീതിയിൽ പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള മൊഡ്യൂളാണ്. എസ് എ കമ്പൽസറി ഒരെണ്ണം ഇടുന്നുണ്ട്, 2 മാർക്ക്, 1-2 ഒരെണ്ണം എന്തെങ്കിലും ഉണ്ടോ, 1-2 5 മാർക്കിൻ്റെ ഒരെണ്ണം പ്രതീക്ഷിക്കാം. സെബി എസ് എക്ക് വരുന്നതാണ്. ഇൻസൈഡർ ട്രേഡിംഗ് എന്താണ്, സെബിയുടെ അതിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു ചോദ്യം. അല്ലെങ്കിൽ സെബി എന്താണ്, സെബിയുടെ ഫങ്ഷൻസ്, റെസ്പോൺസിബിലിറ്റീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം, ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതാണ് ഇതിൽ ആദ്യത്തെ ഒരു എസ് എ ടോപ്പിക് എന്ന് പറയുന്നത്. സെബി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പവേഴ്സ് ഓഫ് സെബി നോക്കുക. ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ, ഇതാണ് എസ് എ, പ്രൊട്ടക്ഷൻ മെഷേഴ്സ് ബൈ സെബി, റോൾ ഓഫ് സെബി. അപ്പോൾ സെബിയുടെ ഒരു എസ് എ വരാറുണ്ട്. ഓക്കെ, ഇതൊക്കെ എന്താണ് സെബി, ഇൻവെസ്റ്ററെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെബി എടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് എസ് എ ടോപ്പിക് കേട്ടോ. ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ, ഗ്രീവൻസ് ആൻഡ് ദെയർ റിമൂവൽ. ഇനി നെക്സ്റ്റ് ഇതിൽ കണ്ടുവന്നിട്ടുള്ള ടോപ്പിക്ക് ഏറ്റവും അവസാനത്തിലോട്ടാണ്. ഗ്രീവൻസ് അഗെയിൻസ്റ്റ് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്, പിന്നെ മെത്തേഡ്സ് ഓഫ് ഇൻവെസ്റ്റർ ഗ്രീവൻസ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ തിയറി ജസ്റ്റ് നോക്കി വയ്ക്കുക. അതിനുശേഷം ഇൻവെസ്റ്ററിൻ്റെ റീഡ്രസൽ, ദെൻ ഗൈഡ് ലൈൻസ് റിലേറ്റഡ് ടു ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ജസ്റ്റ് നോക്കുക. ഇനി റിപ്പീറ്റായിട്ട് കണ്ടിട്ടുള്ളത് സ്കോഴ്സ്, 2 മാർക്കിൻ്റെ തിയറിക്ക് ചോദിക്കാറുണ്ട്, എസ് ഐക്കും ചോദിച്ചിട്ടുണ്ട്. സെബി ഓൺലൈൻ കംപ്ലൈൻറ്റ് റീഡ്രസൽ സിസ്റ്റം, അതിനെയാണ് നമ്മൾ സ്കോഴ്സ് എന്ന് പറയാം. ഇപ്പോൾ സ്കോഴ്സ് എന്താണ് അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ കുറവാണ് ഡീറ്റെയിൽസ്, ബട്ട് എസ് ഐക്കോ 2 മാർക്കിനോ മാറി മാറി വരാറുള്ളതാണ്. ദെൻ ഇൻസൈഡർ ട്രേഡിംഗ്, വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ടോപ്പിക്, 2 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. ഇൻസൈഡർ ട്രേഡിങ് ഇതാക്കാൻ വേണ്ടിയിട്ട് സെബി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. ദെൻ 2 മാർക്കിൻ്റെ തിയറി, UPSI അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അതും നോക്കി വയ്ക്കണം കേട്ടോ. 2 മാർക്സിലേക്കാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് മറ്റൊരു കാര്യം. പിന്നെ ലാസ്റ്റ് ഇതിലുള്ളത് ഇൻവെസ്റ്ററുടെ റൈറ്റ് ആണ്, നോക്കി വെച്ചോളൂ. റിപ്പീറ്റായിട്ട് കണ്ടിട്ടില്ല, എന്തായാലും നോക്കാം ഇൻവെസ്റ്ററുടെ റൈറ്റ് എന്താണെന്നുള്ളത്. ഇൻവെസ്റ്റർ ആക്ടിവിസം 5 മാർക്സ് ക്വസ്റ്റ്യൻ. എന്താണ് ഇൻവെസ്റ്റർ ആക്ടിവിസം, ടൈപ്സ് ഓഫ് ആക്ടിവിസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റർ ആക്ടിവിസം
2 മാർക്കിൻ്റെ സെപ്പറേറ്റ് എടുത്തും ചോദിക്കാം. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ചാപ്റ്ററിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ലാസ്റ്റ് ചാപ്റ്ററിൽ സെബി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇൻവെസ്റ്ററെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന അവരുടെ ഫങ്ഷൻസും കാര്യങ്ങളും. പിന്നെ സ്കൂൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്കൂൾസ് എന്തായിരുന്നു ഇതിന് സ്പെല്ലിംഗ് ഉണ്ടായിരുന്നു, സ്കൂൾസ്. പിന്നെ ഇൻവെസ്റ്റർ റൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ കുറച്ച് ടേമുകൾ ഞാൻ പറഞ്ഞത് നോക്കുക. UPSI, ഓക്കെ, സ്കൂൾസ് 2 മാർക്കിനും വരാം. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയാസാണ് റിപ്പീറ്റായിട്ട് ഇതിൽ നിന്ന് കണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മൊത്തം കാര്യങ്ങൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. പഠിക്കുമ്പോൾ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം, കൂടുതൽ മാർക്സ് ഇപ്പോൾ കണ്ടുവരുന്നത് എങ്ങനെയാണ്, വന്നിട്ടുള്ള ചേഞ്ചസ്, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഷുവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.